ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട്, അക്വേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്താണ് അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ എടുക്കാൻ പോണത്, എന്തായിരിക്കും ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ അക്വേറിയസ്, നിങ്ങളുടെ എന്താണ് മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 2 ഓഫ് കപ്സ്. നിങ്ങൾ രണ്ടാളുടെയും എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് നിങ്ങളുടെ പാസ്റ്റിൽ എംപ്രസ്, കറണ്ട് എനർജി, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 4 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് വാൻഡ്സ്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? 10 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. ക്വീൻ ഓഫ് സോഡ്സ്, എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവാൻ പോണേ നിങ്ങളുടെ സൈഡിൽ നിന്ന്. 7 ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? 7 ഓഫ് സോഡ്സ്, എന്താണ് ഇവിടെ ഔട്ട്കം? അപ്പോൾ അക്വേറിയസ്, ഇവിടെ ഞാൻ കാണുന്നത് സ്ട്രെങ്ത് എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ലിയോ എനർജിയാണ്. പക്ഷേ നിങ്ങൾ ഈ സമയത്ത് കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണു. ചില ചാലഞ്ചസ് ഉണ്ട് കണക്ഷനിൽ, ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ അത് നിങ്ങൾ കുറേ ബോൾഡായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യണു. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ധൈര്യമുണ്ട്, അതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. ഇമോഷണലി നിങ്ങൾ കുറേ സ്ട്രോങ് ആണ്, മെൻ്റലി സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് എന്തോ ചാലഞ്ചസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, എല്ലാം ശരിയാവുമെന്ന്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഡെസ്റ്റിനിയുടെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെല്ലാം നിങ്ങൾക്കൊരു കൺട്രോൾ ഇല്ലാത്ത പോലെ കാര്യങ്ങളാണ്. കുറേ അൺഎക്സ്പെക്റ്റഡ് മാറ്റങ്ങൾ വരണു. നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എവിടെയോ നിങ്ങൾ അത് ഡെസ്റ്റിനിയുടെ കളിയാണ്, ഡെസ്റ്റിനിയുടെ പറഞ്ഞാൽ സമയത്തിൻ്റെ എനർജിയാണ്, സമയം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലോയിൽ പോണു, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് നോക്കാം, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. ഡെവിൽ എനർജി ഉണ്ട് ഇവിടെ. ഇത് കാപ്രിക്കോൺ എനർജിയാണ്, കുറച്ചൊരു ടോക്സിക് എനർജിയും കൂടിയുമാണ്. അപ്പോൾ എവിടെയോ ഈ സിറ്റുവേഷൻ ഇതൊരു കാർമിക് സൈക്കിൾ മാതിരിയാണ് എനിക്കൊരു ഫീലിംഗ് വരണത്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ മുമ്പേയും ഉണ്ടായിട്ടുണ്ട്. ഈ പേഴ്സൻ്റെ കൂടെ ഇല്ലെങ്കിൽ വേറെ പേഴ്സൻ്റെ കൂടെ ഇങ്ങനത്തെ തന്നെ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആവണു. ഇതൊരു വെരി അൺഹെൽതി ടോക്സിക് കാർമിക് പാറ്റേൺ ആണ്. നിങ്ങൾക്കിത് മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല. പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവും. അത് എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് മുമ്പും എപ്പോഴും എന്താണ് എൻ്റെ കൂടെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഫീലിംഗ് തോന്നുന്നുണ്ട് വെച്ചാൽ, അങ്ങനെയൊക്കെ മനസ്സിൽ വരുന്നുണ്ട് വെച്ചാൽ, ഡെഫിനറ്റ്ലി ഞാൻ കാണുന്നത് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ. എന്തോ ഒരു സിറ്റുവേഷൻ, ഒരു അൺഹെൽതി സിറ്റുവേഷൻ തിരിച്ചു വരണ പാറ്റേൺ ഇവിടെ കാണാണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 2 ഓഫ് കപ്സ് ആണ്. ഇവരുടെ ഭാഗത്തിൽ ഞാൻ കാണുന്നത് കുറേ ലവ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻഫാക്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ലവ് ഉണ്ട്. പക്ഷേ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ഉണ്ട്. ഈ പേഴ്സൺ കുറേ ഗ്രൗണ്ടഡ് എനർജിയാണ്. നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. കുറേ ബാലൻസ് കൊണ്ടുവരണ പേഴ്സണാണ് ഇവർ. ഒന്നും ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. കുറേ എല്ലാം കാര്യങ്ങൾ ചെയ്യണത് കുറേ ബാലൻസ്ഡ് തരത്തിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് നമ്മൾക്ക് നോക്കാം. കറൻറ്റ് സിറ്റുവേഷനിൽ ക്വീൻ ഓഫ് കപ്സ് ആണ് കാണുന്നത്. കറൻറ്റ് സിറ്റുവേഷനിൽ ഇവിടെ കുറേ ലവിൻ്റെ എനർജി ഉണ്ട്, ഇമോഷൻസ് കാണാണ്ട്. ഫയർ സൈൻ ഉണ്ട് ഇവിടെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെ കാണാണ്ട്. ക്വീൻ ഓഫ് കപ്സ് ഒരു വാട്ടർ സൈൻ ആണ്.
പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. കിങ് ഓഫ് വോൺസ് ഒരു ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ഒരു മെജിഷ്യൻ്റെ കാർഡുണ്ട്. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ എന്തോ നിങ്ങൾ രണ്ടാളും മാനിഫെസ്റ്റ് ചെയ്യണു. പക്ഷേ ഇവിടെ ഒരു കിങ് ഓഫ് കപ്സും വന്നിരിക്കണു. കുറേ ആൾക്കാരും ഇവിടെ ഇൻവോൾവ് ആണ് ഈ സിറ്റുവേഷനിൽ. അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി എംപ്രസ് എനർജിയാണ്. ഇതൊരു കുറേ ഒരു ഫെർട്ടൈൽ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്, ഗ്രോത്തിൻ്റെ എനർജിയാണ്. ഇവിടെ ഞാൻ കാണുന്നത് പാസ്റ്റിൽ വേറെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്രഗ്നൻറ്റ് വുമൻ്റെ എനർജി ഉണ്ട്, ഒരു മദറുടെ എനർജി, ഒരു വൈഫിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ എവിടെയോ ഈ സിറ്റുവേഷനിൽ കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ഓക്കെ, ചിലവർ ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായി. ചിലവർക്ക് ഇവിടെ ഒരു ബ്രേക്കപ്പ് ഇല്ല, ഒരു സെപ്പറേഷനും ഉണ്ടായി. ഈ പേഴ്സൺ കുറേ എഫേർട്ട് മറ്റേ ആൾക്കായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നെ. നിങ്ങളുടെ ഭാഗത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് അവരുടെ എഫേർട്ട് കുറവായിരുന്നു. അപ്പോൾ എവിടെയോ അതിൻ്റെ കാരണം കറൻറ്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് കുറേ വേറെ ആൾക്കാരും ഇൻവോൾവ് ആണ് ഇപ്പോഴും ഈ സിറ്റുവേഷനിൽ. അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്തിരിക്കണു നിങ്ങളുടെ എനർജി. തൽക്കാലം നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ അങ്ങനെ സംസാരമൊന്നുമില്ല, കുറേ എഫേർട്ടും നിങ്ങൾ ഇടണില്ല. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യണോ, നിങ്ങൾക്ക് കുറച്ചൊരു സ്പേസ് വേണം എന്ന് തോന്നിയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ അത്രയും ഞാൻ കാണുന്നത് നെഗറ്റിവിറ്റി ഉണ്ട്, വേറെ ആൾക്കാരുണ്ട്. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് വോൺസ്. അവർ വെയിറ്റ് ചെയ്യണു. അവർക്കും മനസ്സിലാവണില്ല എന്താ വേണ്ടത്, എന്താ ചെയ്യണ്ടേ, ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ, എനിക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത്. ഈ പേഴ്സണിൻ്റെ മനസ്സിലൊരു ക്ലാരിറ്റി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കണം എന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ആ ശരിയായ സമയത്തായിരിക്കും അവർക്ക് അത് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിൽ, എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തിൽ കുറച്ച് നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വയ്ക്കണം. അപ്പോൾ ഈ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 10 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഹാപ്പി ഫാമിലിയാണ് വേണ്ടത്. ഏതും റിലേഷൻഷിപ്പ് ആയാലും ഏതും പേഴ്സൻ്റെ കൂടെ ആയാലും ഇവിടെ നിങ്ങൾക്ക് ഒരു ലോങ് ടേം ഹാപ്പി കണക്ഷനാണ് വേണ്ടത്, ഫാമിലി വേണം. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്ക് റീകൺസൈലും ചെയ്യണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഇൻറ്റൻഷനിൽ ക്വീൻ ഓഫ് സോഡ്സ്. അപ്പം ഞാനിവിടെ കാണുന്നത് ഈ പേഴ്സൺ കുറേ ക്ലിയർ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണേ. ഒരു ഇൻഫർമേഷൻ കൊണ്ടുവരണോ, ഇല്ല എന്തോ ഒരു കാര്യത്തിൽ അവർ ക്ലാരിറ്റി കൊണ്ടുവരണോ. അവർക്ക് നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് പറയണം എന്നുണ്ട്. അത് അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം. പക്ഷെ അവർക്ക് അതിൻ്റെ ധൈര്യമില്ല. എങ്ങനെയാണ് ഇത് പറയുക അക്വേറിയസിനോട്? അതാണ് അവരുടെ മനസ്സിലൊരു ഡൗട്ട് ഉള്ളത്, ഒരു ഹെസിറ്റേഷൻ ഉള്ളത്. എന്തോ ഇവിടെ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അവർ പറയണത് എന്താ അവർ പറയാൻ പോകണമെന്ന് വെച്ചാൽ ആ ഇൻഫർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതവർക്ക് അറിയാം. ഓക്കെ, ഈ ഇൻഫർമേഷൻ്റെ ബേസിസിൽ നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ഓഫ് ചെയ്യും, ഇല്ല വെച്ചാൽ ഒരു റീകൺസിലേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് അവർക്ക്. അപ്പം നിങ്ങളുടെ ഭാഗത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, ഈ പേഴ്സൺ എപ്പോഴാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പോണേ, എന്താണ് അവർക്ക് എന്നോട് എന്താണ് പറയേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ. നിങ്ങളുടെ എനർജിയിൽ കുറച്ചൊരു ഇംബാലൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഇതുണ്ടാവാൻ പോണത്, എന്താ നടക്കാൻ പോണത് ഫ്യൂച്ചറിൽ. നിങ്ങൾ കുറേ പാഷനറ്റാണ് ഈ പേഴ്സണിന് വേണ്ടി. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർക്ക് ഈ കാര്യത്തിൽ ഒരു കൺഫെസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് കാര്യങ്ങൾ ശരിയായി തുറന്നിട്ട് പറയാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ അവരുടെ മനസ്സിലൊരു പേടിയുണ്ട്. അപ്പോൾ അവരതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കണു. ഇവിടെ ഒരു ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി ഉണ്ട്. ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്കൊരു ഓഫർ തരണം എന്നുണ്ട്, എന്തോ ഒരു സ്റ്റേബിൾ ഓഫർ നിങ്ങൾക്ക് തരണം എന്നുണ്ട്. പക്ഷേ ഇവരുടെ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ഈ സീക്രട്ട് അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. ഇത് തുറന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആക്ച്വലി ക്ലാരിറ്റി ഉണ്ടാവുക. ഇതുവരെ നിങ്ങൾക്കും മുഴുവൻ ക്ലാരിറ്റി ഇല്ല ഈ സിറ്റുവേഷനെ കുറിച്ച്. എന്താണ് ഇവിടെ ഔട്ട്കം? കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ഒരു വെരി പ്രാക്ടിക്കൽ എനർജിയാണ്, ഒരു ഡിറ്റാച്ച്ഡ് പോലെ ഒരു എനർജി. ഞാൻ കാണുന്നത് ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും.
പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചില കോൺഫ്ലിക്റ്റിംഗ് കാര്യങ്ങളും ഉണ്ട്, ചില വഴക്ക് ക്രിയേറ്റ് ചെയ്യണ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ മാസം കുറേ പ്ലസ് ഉണ്ട് മൈനസും ഉണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് ഇവിടെ വർത്ത് വെയിറ്റിംഗ് ഫോർ, ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്, പക്ഷേ അതിന് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ശരിയായ സമയത്ത് ഈ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അവർക്ക് കുറച്ചൊരു ധൈര്യത്തിൻ്റെ കുറവാണ്, പക്ഷേ അതുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫെയർ ബാലൻസ്ഡ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാം. ഓക്കെ, അപ്പോൾ അക്വേറിയസ് ഇവിടെ കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. കുറേ സൈൻസ് ഉണ്ട് ആക്ച്വലി. ഇവിടെ ഒരു സൈൻ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ഈ മാസം മാത്രം ഞാൻ അത്ര സെഷൻസ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവില്ല. എന്താ വെച്ചാൽ ഇയർ എൻഡാണ്, ക്രിസ്മസും അതൊക്കെ ആവുമ്പോഴേക്കും കുറച്ചൊരു ബ്രേക്ക് എടുക്കണ സമയമാണ്, ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണ ടൈമാണത്. അപ്പോൾ ലിമിറ്റഡ് സെഷൻസ് ഉള്ളൂ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. വേഗം ബുക്ക് ചെയ്യുക, അത്ര സെഷൻസ് ഇപ്പോൾ ഇല്ല. ഓക്കെ, അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.